കേരളത്തിൽ കൃഷിഭൂമി കുറഞ്ഞു വരികയാണ്. കൃഷിഭൂമിയുടെ അളവ് കെട്ടിടം വയ്ക്കാനും മറ്റ് കാർഷിക ഇതര പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഭൂമിയുടെ 60% കൂടുതൽ ഉപരിതല ഉപയോഗിക്കുന്നത്. നാൾക്ക് നാൾ ഈ കൃഷിഭൂമിയുടെ അളവ് കുറഞ്ഞു വരുന്നു. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതായി വരുന്നു. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും പച്ചക്കറികൾക്ക് വേണ്ടി വളരെയേറെ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. നമുക്ക് വില കൊടുത്താൽ തന്നെ കിട്ടുന്ന പച്ചക്കറികൾ സുരക്ഷിതമല്ല. കീടനാശിനികളുടെയൊക്കെ അംശങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ കഴിയാൻ സംരക്ഷിത ആഹാരമായ സുരക്ഷിതമായ പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ നാം തന്നെ ഉൽപ്പാദിപ്പിച്ചേ മതിയാകും. അതിന് സ്ഥല പരിമിതി ഒരു പ്രശ്നമേ അല്ല. ഏത് നഗരത്തിലെയും 5 സെന്റിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, അതിൽ കുറവാണെങ്കിൽ പോലും, വീട്ടിന് ചുറ്റുമുള്ള സ്ഥലത്തും പ്രത്യേകിച്ച് മട്ടുപ്പാവിലും നന്നായിട്ട് നമുക്ക് ചാക്കുകളിൽ മണ്ണ് മിശ്രിതം നിറച്ച് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യാം. സുലഭമായി കിട്ടുന്ന സൂര്യപ്രകാശം നന്നായി ഉപയോഗിച്ചുകൊണ്ട്, കുടുംബത്തിലെ അംഗങ്ങളുടെ ഒഴിവു സമയം ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചാക്കിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നട്ടു വളർത്താം. തറയിൽ വളരുന്ന മത്തൻ, കുമ്പളം, വെള്ളരി പോലെയുള്ളതും നമുക്ക് ഫലവർഗ പച്ചക്കറികളായിട്ടുള്ള വെണ്ട, പയറ്, കത്തിരി, വഴുതന, തക്കാളി പോലെയുള്ളതും, പന്തലിട്ട് വളർത്തേണ്ട പാവൽ, പടവലം, വഴുതന പോലെയുള്ളതും എല്ലാം നമുക്ക് നമ്മുടെ മട്ടുപ്പാവിൽ വളർത്തിയെടുക്കാം. പ്രായപൂർത്തിയായ ഒരാൾ 300 ഗ്രാം പച്ചക്കറികൾ കഴിക്കണമെന്നാണ് ഒരു ദിവസം. അതിൽ തന്നെ 100 ഗ്രാം ഇലക്കറികളായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചീര, ചക്രുമാനിസ്, കുളമ്പിച്ചീര പോലെയുള്ളതൊക്കെ നട്ടു വളർത്തുന്നത് ടെറസിൽ. 100 ഗ്രാം കിഴങ്ങുവർഗ്ഗങ്ങളായിരിക്കണം. അതുകൊണ്ട് നമുക്ക് മരിച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, കൂവ പോലെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ചാക്കിൽ നട്ട് വളർത്താം. 120ഓളം ഗ്രാമാണ് നമുക്ക് ഇലക്കറികൾ വേണ്ടത്. ചീര പോലെയുള്ളത് 80 ഗ്രാം കിഴങ്ങുവർഗ്ഗങ്ങളായിരിക്കണം. ശേഷിക്കുന്ന 100 ഗ്രാം ഫലവർഗ പച്ചക്കറികളായിരിക്കണം. വെണ്ടയ്ക്ക, കത്തിരിക്ക പോലെയുള്ളത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ടെറസിൽ നട്ടു വളർത്താം. ഇനി ജൈവ വളങ്ങൾ മാത്രമാണ് ടെറസിൽ ഉപയോഗിക്കുന്നത്. സിമൻറ്റ് രാസവസ്തുവാണ്. ടെറസ് സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ 2 രാസവസ്തുക്കൾ കൂടി ചേർന്നാൽ പ്രവർത്തനം നടക്കും. നമ്മുടെ ടെറസ് നഷ്ടപ്പെടും, ചീത്തയായി പോകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ടെറസിലെ കൃഷിക്ക് രാസവളങ്ങൾ ഉപയോഗിക്കരുത്. പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുക. ചാണകപ്പൊടി, എല്ലുപൊടി, ചാരം, കമ്പോസ്റ്റ്, പലതരം പിണ്ണാക്കുകൾ. ഏറ്റവും നന്നായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ്. നമ്മുടെ മണ്ണിര, നാടൻ മണ്ണിര മണ്ണ് മാത്രമേ തിന്നുകയുള്ളൂ. എന്നാൽ ആഫ്രിക്കൻ മണ്ണിര, യൂട്രിൽസ് ഇനത്തിൽപ്പെട്ടത്, ജൈവമാലിന്യങ്ങളെല്ലാം തിന്ന് നല്ല വളമാക്കി മാറ്റും. അങ്ങനെ ആഫ്രിക്കൻ മണ്ണിരകളെ ഉപയോഗിച്ച് നമ്മുടെ ഗാർഹിക ജൈവ മാലിന്യങ്ങൾ, അടുക്കള വേസ്റ്റുകളും, അടുക്കളയിൽ കിട്ടുന്ന മലക്കറി അടിച്ചതും, ചായച്ചണ്ടിയും, പഴത്തൊലിയും, മുറ്റം അടിച്ചുവാരി കിട്ടുന്ന ചപ്പയോറുകളും ഒന്നും ഇനി റോഡിലോ അടുത്ത പുരയിടത്തിലോ വലിച്ചെറിയണ്ട. നമുക്ക് ഈ ആഫ്രിക്കൻ മണ്ണിരകൾ ഉപയോഗിച്ച് നല്ല മണ്ണിര വളമാക്കി മാറ്റി നമ്മുടെ പച്ചക്കറിക്ക് തന്നെ ഉപയോഗിക്കാം. പച്ചക്കറിയിലെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളും തണ്ടും ഒക്കെ തന്നെയും മണ്ടയ്ക്ക് തീറ്റയായിട്ട് കൊടുക്കാം. മറ്റൊന്നാണ് അസോള. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്ന പച്ച നിറത്തിലുള്ള ഒരു ചെറു സസ്യമാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കുന്നതാണ്. 4% നൈട്രജൻ അടങ്ങിയതാണ്. അതുകൊണ്ട് നല്ലൊരു ജൈവവളമാണ് പച്ചക്കറികൾക്ക്. അതിൽ ഏതാണ്ട് 20 മുതൽ 30% വരെ, ഏതാണ്ട് 25% ശരാശരി പ്രോട്ടീൻ അടങ്ങിയതാണ്, മാംസ്യം. അതുകൊണ്ട് നല്ലൊരു തീറ്റയാണത്. കോഴിത്തീറ്റ, കാലിത്തീറ്റ, മുയൽത്തീറ്റ, പന്നിത്തീറ്റ, മത്സ്യത്തീറ്റ, ആട്ടിൻ തീറ്റ, പന്നിത്തീറ്റ, മുയൽത്തീറ്റ ഒക്കെയാണ്. നമുക്കും കഴിക്കാം. വടയുണ്ടാക്കി കഴിക്കാം, അസോള വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാം, പിന്നെ തോരൻ വെച്ച് കഴിക്കാം, ചട്നി ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ആരോഗ്യം നല്ലതാണ് അത്. അപ്പോൾ ഈ അസോള വളരെ കുറഞ്ഞ ചിലവിൽ ടെറസിൽ ചെറിയ ടാങ്കുകളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു 5 മുട്ടക്കോഴി ഉണ്ടെങ്കിൽ നമുക്ക് കോഴിമുട്ട വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റുകൾ കൊടുത്ത് തന്നെ ഈ കോഴിയെ വളർത്താം. അസോള നല്ലൊരു കോഴിത്തീറ്റയാണ്. അസോള കൊടുക്കാൻ കോഴിക്ക് അങ്ങനെ കോഴിമുട്ട കിട്ടും. കാടയെ വളർത്താം. മിനിമം ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത്, ഒരു കോഴിയുടെ സ്ഥലത്ത് 5 കാടയെ വളർത്താം. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കാട മുട്ടയിട്ട് തുടങ്ങും. 36 ദിവസം കൊണ്ട് കാട മുട്ടയിട്ട് തുടങ്ങും. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് കാടക്കോഴികളെ വളർത്തി മുട്ട ലഭിക്കും. ഒരു ചെറിയ ചെറുതേനീച്ചയുടെ കൂടുകൂടി ഉണ്ടെങ്കിലോ നമുക്ക് ശുദ്ധമായ ചെറുതേൻ കിട്ടും. ഒപ്പം തന്നെ ഈച്ചകൾ പരാഗണം നടത്തുക വഴി നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കൂടുതൽ കായ്പിടുത്തം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ തമ്മിൽ സന്തുലിതാവസ്ഥയുണ്ട്. കുടുംബാംഗങ്ങളുടെ ഒഴിവു സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ ലെവലിൽ ജൈവ രീതിയിൽ, പ്രകൃതി സൗഹൃദമായ രീതിയിൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും കോഴിമുട്ടയും കാടമുട്ടയും മണ്ണിര കമ്പോസ്റ്റും അസോളയും എല്ലാം നമ്മുടെ കൊച്ചു ടെറസിൽ, നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഓരോ കുടുംബത്തിനും പച്ചക്കറികളുടെ കാര്യത്തിലും മുട്ടയുടെ കാര്യത്തിലും സ്വയം പര്യാപ്തമാകാം. നമ്മൾ സുഖമായി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം നമുക്ക് അടുത്ത ദിവസത്തെ കായ്കറികൾ, അടുക്കളയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ കുടുംബവും സ്വയം പര്യാപ്തമാകാം. അങ്ങനെ ഈ സമൂഹം സ്വയം പര്യാപ്തമാകട്ടെ.